ഇന്നത്തെ വീഡിയോയിൽ വേണാട്ട് രാജകുടുംബത്തിൻ്റെ ശാഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേണാട്ട് തിരുവടികൾ എന്ന സ്ഥാനപ്പേരുള്ള കൊല്ലത്തെ രാജാക്കന്മാരായിരുന്നു പെരുമാൾ വാഴ്ചക്കാലത്തിന് ശേഷം ദക്ഷിണ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ. ആ രാജകുടുംബം കുലശേഖരവർമ്മ പെരുമാളുടെ രണ്ടാമത്തെ പുത്രൻ്റെ വംശപരമ്പരയും കൂപകരാജ്യം എന്നു അറിയപ്പെടുന്ന കൊല്ലം രാജ്യം അവർക്കു പെരുമാൾ കൊടുത്തതുമായിരുന്നു. കീഴ്പേരൂർ ഇല്ലം എന്നു പേരായ ഒരു നാടുവാഴി കുടുംബത്തിൽ നിന്നാണ് കുലശേഖരവർമ്മ പെരുമാളുടെ ആ പുത്രൻ കല്യാണം കഴിച്ചിരുന്നത്. അതിനാൽ ആ നാടുവാഴി കുടുംബവും വേണാട്ട് രാജകുടുംബത്തിൻ്റെ ഒരു മൂലശാഖയായിരുന്നു. കീഴ്പേരൂർ ശാഖയുടെ കീഴിലും ഏതാനും രാജ്യമുണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബത്തിൽ പരമ്പരയായി സ്ത്രീ വഴിക്കാണ് രാജ്യഭരണാധികാരം ഉണ്ടായിരുന്നത്. മൂത്ത പുരുഷന് തൃപ്പാപ്പൂർ മൂപ്പീൻ എന്ന സ്ഥാനപ്പേരും ഏതാനും സ്ഥാനസ്വത്തിൻ്റെ ഉടമാവകാശവും മാത്രമേ പരമ്പരയായി ലഭിച്ചിരുന്നുള്ളൂ. ആ കീഴ്പേരൂർ സ്വരൂപം പിൽക്കാലത്ത് ആറ്റിങ്ങൽ എന്ന പ്രദേശം തലസ്ഥാനമാക്കി അവിടെ താമസമുറപ്പിച്ചതിനാൽ ആറ്റിങ്ങൽ സ്വരൂപം എന്ന പേരിൽ പ്രസിദ്ധമായി. ഈ രണ്ട് ശാഖകൾക്കു പുറമെ ചിറവ ശാഖ അല്ലെങ്കിൽ തിരുവിതാംകോട്ട് ശാഖ, ഇളയടത്ത് ശാഖ അല്ലെങ്കിൽ കൊട്ടാരക്കര ശാഖ എന്നിങ്ങനെ രണ്ട് ശാഖകൾ കൂടി കാലക്രമത്തിൽ വേണാട്ട് രാജകുടുംബത്തിനുണ്ടായിരുന്നു. ഓരോ ശാഖക്കാരും പ്രത്യേകം രാജ്യങ്ങളിൽ ഭരണാധികാരവും നടത്തി വന്നിരുന്നു. കൂപക സ്വരൂപം, കീഴ്പേരൂർ സ്വരൂപം, ചിറവ സ്വരൂപം, ഇളയിടത്ത് സ്വരൂപം എന്നിങ്ങനെ പ്രത്യേകം പേരുകളും ഉണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ള ശാഖകളുടെ എല്ലാം മേൽക്കോയ്മ സ്ഥാനം കൊല്ലം രാജാക്കന്മാർക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. ക്രിസ്തുവർഷം 1000 ആണ്ടിനടുത്ത കാലത്ത് രണ്ടാം പരാന്തകൻ എന്ന പാണ്ഡ്യ രാജാവ് ദക്ഷിണ കേരളം മുഴുവൻ ആക്രമിച്ച് ചില അധികാരങ്ങൾ നടത്തിയിരുന്നല്ലോ. അതിനുശേഷം ക്രിസ്തുവർഷം 11-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് രാജേന്ദ്ര ചോളൻ മധ്യ കേരളം ആക്രമിച്ച് കൈവശപ്പെടുത്തി. എന്നാൽ പാണ്ഡ്യ രാജാവിനെ പോലെ ആക്രമണം കഴിഞ്ഞ ഉടനെ അവിടെ നിന്നു പോവുകയല്ല ചെയ്തത്. ഇപ്പോഴത്തെ തെക്കൻ തിരുവിതാംകൂറിൽപ്പെട്ട കുഴിത്തറ എന്ന പ്രദേശം മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂഭാഗം മുഴുവനും തൻ്റെ അധീനതയിൽ തന്നെ വയ്ക്കുകയും ആ വക പ്രദേശങ്ങളുടെ ഭരണത്തിനായി പ്രത്യേകം ഒരു സ്ഥാനപതിയെ നിയമിക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 1084 മുതൽ ഏകദേശം 1100 വരെ വാണിരുന്ന കുലോത്തുംഗ ചോളനും ആ പ്രദേശം രക്ഷിക്കാൻ പ്രത്യേക ഒരു സ്ഥാനപതിയെ നിയമിച്ചിരുന്നു. ആ സ്ഥാനപതിക്ക് നാഞ്ചിക്കുറവൻ എന്നാണ് പറഞ്ഞിരുന്നത്. രാജേന്ദ്ര ചോളൻ്റെ ആക്രമണത്തോടുകൂടി കേരളത്തിലെ രാജാക്കന്മാരിൽ പലരുടെയും ശക്തി ക്ഷയിച്ചിരുന്നു. കൊല്ലം രാജാവിനും ആ കൂട്ടത്തിൽ രാജ്യം ചുരുങ്ങി ശക്തി ക്ഷയിച്ച നിലയിലായിരുന്നു. അത് കാരണം നാഞ്ചിക്കുറവൻ അധികകാലം കഴിയുന്നതിനു മുമ്പ് തന്നെ ചോള രാജാവിൻ്റെ സ്ഥാനപതിയുടെ നിലയിൽ നിന്ന് മാറി നാഞ്ചനാട് മുതലായ പ്രദേശങ്ങളുടെ സ്വതന്ത്ര ഭരണകർത്താവായി മാറി. എന്നാൽ അധികകാലം ഭരണം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ക്രിസ്തുവർഷം 1116, കൊല്ലവർഷം 291 മുതൽ വീരകേരളവർമ്മ എന്ന രാജാവ് കൊല്ലത്ത് ഭരണം തുടങ്ങി. കൊല്ലവർഷം 292 തന്നെ അദ്ദേഹം നാഞ്ചിക്കുറവനെ കീഴടക്കി ആ പ്രദേശങ്ങൾ വീണ്ടും വേണാടിൻ്റെ അധികാരത്തിലാക്കി. അദ്ദേഹം കൊല്ലവർഷം 320 വരെ ഭരിച്ചു. അതിനുശേഷം 355 വരെ ഗോദകേരളവർമ്മ രാജാവും 339 വരെ രവിവർമ്മ രാജാവുമാണ് വേണാടിൻ്റെ അധിപന്മാരായിരുന്നത്. വീരകേരളവർമ്മ രാജാവിൻ്റെ കാലത്ത് മാരവർമ്മൻ ശ്രീവല്ലഭൻ എന്ന പാണ്ഡ്യ രാജാവ് കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ പാണ്ഡ്യ രാജാവിന് തൻ്റെ അനുജനായ ഉദയമാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്ത് വീരകേരളവർമ്മ രാജാവ് അദ്ദേഹത്തിൻ്റെ ബന്ധുത നേടിയെടുത്തു. തിരുനെൽവേലിക്കടുത്തുള്ള വള്ളിയൂർ എന്ന പ്രദേശത്ത് വേണാട്ട് രാജാവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ചില ദേശങ്ങൾ ആ പാണ്ഡ്യ രാജാവിന് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 1173, കൊല്ലവർഷം 348 മുതൽ ഉദയമാർത്താണ്ഡവർമ്മ രാജാവും 365 മുതൽ ഗോദമാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന രാജാവുമാണ് വേണാട്ട് രാജ്യം ഭരിച്ചിരുന്നത്.
കൊല്ലവർഷം 371 മുതൽ വീരരാമവർമ്മ രാജാവും 420 മുതൽ വീരമാർത്താണ്ഡവർമ്മ രാജാവും നാടുവാണു. കൊല്ലവർഷം 432 അദ്ദേഹം മരണമടഞ്ഞപ്പോൾ കൊല്ലത്തെ രാജകുടുംബത്തിൽ ഉമ എന്നു പേരായ ഒരു രാജകുമാരി മാത്രമാണ് ഉണ്ടായത്. കീഴ്പേരൂർ കുടുംബത്തിലും സാമാന്യം പ്രായമായ 2 രാജ്ഞിമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ രാജ്ഞിമാരും മന്ത്രിമാരും നാട്ടുകാരും കൂടി ആലോചിച്ച് അക്കാലത്ത് ചിറവ സ്വരൂപത്തിൽ ഉണ്ടായിരുന്ന കേരളവർമ്മ എന്ന രാജാവിനെ കൊണ്ട് കൊല്ലത്തെ രാജകുമാരിയെ വിവാഹം കഴിപ്പിക്കുകയും ആ വഴിക്ക് അദ്ദേഹത്തെ കൊല്ലം രാജാവായി വാഴിക്കുകയും ചെയ്തു. ചിറവ സ്വരൂപം പരാന്തക പാണ്ഡ്യന്റെ ആക്രമണകാലത്ത് വിഴിഞ്ഞത്തു നിന്നോടിപ്പോയി പമ്പാ നദിക്കരയിൽ വാസമുറപ്പിച്ച യദുവംശ രാജകുടുംബമായിരുന്നു. കൊല്ലത്തെ രാജകുമാരിയെ വിവാഹം ചെയ്ത ആ കേരളവർമ്മ രാജാവ് വലിയ പ്രതാപശാലിയായിരുന്നു. കൊല്ലം രാജ്യം തൻ്റെ അധീനതയിലായതോടുകൂടി അദ്ദേഹം പാണ്ഡ്യ രാജാക്കന്മാർ ഇടക്കാലത്ത് കൈവശപ്പെടുത്തിയിരുന്ന തെക്കൻ തിരുവിതാംകൂർ പ്രദേശങ്ങളെല്ലാം വീണ്ടെടുത്ത് കൊല്ലം രാജ്യത്തിൻ്റെ കീഴിലാക്കി. ജയസിംഹൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ടായി തീർന്നു. അങ്ങനെ കൊല്ലം രാജ്യത്തിന് ജയസിംഹനാട് എന്ന പേരും ഉണ്ടായി. ജയസിംഹനാട് എന്ന പദം ചുരുങ്ങിയാണ് പിൽക്കാലത്ത് ദേശിങ്ങനാട് എന്ന് പറഞ്ഞു വന്നത്.